സോ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഫൈനലി എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി ഗൈസ്, കൈ കിട്ടി. ആക്ച്വലി ഞാൻ ഇന്നലെ പോയിട്ട് കളക്ട് ചെയ്തതാണ്, എൻ്റെ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഗൈസ്, ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തതിൻ്റെ സംഭവ വിശേഷങ്ങളും ആൻഡ് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടാൻ എത്ര സമയം എടുത്തു എന്നതും കൂടിയാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ആക്ച്വലി കൺഗ്രാജുലേഷൻ ഫോർ മീ ഗൈസ്, ഐ എം എ ഡിഗ്രി ഗ്രാജുവേറ്റ് ആൻഡ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കൈ കിട്ടി കഴിഞ്ഞു. വേറെ നല്ല ഫോർ ദോസ് ഹു ഡോണ്ട് നോ ഐ ഗെസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനൊരു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി ഗൈസ്. ആൻഡ് ഞാൻ ഇന്നലെയാണ് പോയി കളക്ട് ചെയ്തത്. സന്തോഷമുണ്ട് ഗൈസ്, സന്തോഷം. ഇനി 3 years കൊണ്ട് ഡിഗ്രി വളരെ സന്തോഷപൂർവ്വമല്ല, വളരെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേറെ നല്ല ഗൈസ്, നമ്മൾ എക്സാം എഴുതി പാസ്സായതിനു ശേഷം ഞാൻ ആദ്യം വിചാരിച്ചത് കോളേജിൽ നിന്ന് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരും എന്നാണ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഗൈസ് അങ്ങനെ ഒരു സംഭവമല്ല. നമ്മൾ അക്ഷയയിൽ പോയിട്ടാണ് ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എനിക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലായത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ വെക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെങ്കിലും മിനിമം നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ മറ്റേ ABCD ID പോർട്ടൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മളൊരു അക്കൗണ്ട് എടുത്ത് എന്തൊരു നമ്പർ, ഒരു ID നമ്പർ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഗൈസ്. കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി നമ്മൾ ഈ ID അല്ലെങ്കിൽ ABCD പോർട്ടൽ ID അങ്ങനെ എന്തൊരു സംഭവമുണ്ട്, ആ ID നമ്മൾ എന്തായാലും അവിടെ കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ മറന്നുപോയിട്ടില്ലെങ്കിലും നമുക്ക് പിന്നെ അത് കണ്ടുപിടിച്ച് കിട്ടാൻ തപ്പിപ്പിടിച്ച് ഇതാക്കാൻ കുറച്ച് നല്ല പാടുള്ള സമയമാണ്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ABCD IT പോർട്ടൽ എനിക്ക് മറന്നുപോയി, അറിയില്ല, ഒരാൾ തപ്പിയിട്ടും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും അതേ സാധനം ഫൊർഗട്ട് അടിച്ച് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കി അവിടെ. പക്ഷെ കുറേ കളിച്ചിട്ടും കിട്ടാൻ കുറേ അധികം കഷ്ടപ്പെട്ടു, എനിക്കും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എല്ലാവരും ABCD IT പോർട്ടൽ അവൻ്റെ ഫോണിൽ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടിട്ട് സാധനം കിട്ടി. പിന്നെ ആധാർ കാർഡ്, രജിസ്റ്റർ നമ്പർ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. രജിസ്റ്റർ നമ്പർ ഒരിക്കലും മറന്നില്ല ഗൈസ്. ABCD പോർട്ടൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ വെച്ചിരിക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ആവശ്യമുള്ളത്. ആൻഡ് ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഓൾമോസ്റ്റ് 3 to 4 months എടുത്തു സാധനം കിട്ടാൻ. ഐ തിങ്ക് ഒരു 4 monthsoളം ഏകദേശം എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള ഡിഗ്രിയാണ് ഞാൻ പഠിച്ചത്. അതെങ്കിലും കേട്ടോ, ഞാനും എൻ്റെ യൂണിവേഴ്സിറ്റി കണ്ണൂരാണ്. ആൻഡ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ എടുത്തത്. റൈറ്റ് നൗ ഐ എം എ ഗ്രാജുവേറ്റ്. ആൻഡ് ഫൈനലി എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിൽ കിട്ടി ഗൈസ്. സോ ഐ എം ഹാപ്പി. ബട്ട് റൈറ്റ് നൗ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ്. എന്ന് വെച്ച് വലിയ കഥയല്ല, ചെറിയൊരു കഥയാണ്. ബട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടി ബെറ്റർ. അങ്ങനെ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് സാധനവും കൈ കിട്ടി. ഞാനത് പൊളിച്ചു നോക്കിയിട്ടില്ല. പൊളിച്ച നോക്കണമെന്ന് ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ വിചാരിച്ചു ഇവിടുന്നായിരിക്കും പൊളിക്കാം, വീഡിയോ എടുത്തുകൊണ്ട് പൊളിക്കാം. ആൻഡ് നമ്മളുടെ അടുത്ത് നമുക്ക് മാത്രം ആ സാധനം തരൂ ഗൈസ്. ആക്ച്വലി ഞാൻ വീട്ടിലില്ല, ഇത് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഞാൻ വീട്ടിലില്ലായിരുന്നു, സോ കളക്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ വന്നിട്ട് അവിടെ പോയിട്ട് കളക്ട് ചെയ്തതാണ്. വീട്ടിൽ കൊണ്ടുതരും വേറെ കാര്യം, ബട്ട് ഞാൻ അവിടെ പോയിട്ട് കളക്ട് ചെയ്തു. നോർമലി തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ് ഉണ്ടാവുക. ആൻഡ് ഇതിനുള്ളിൽ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇറ്റ് ഹാസ് ബീൻ സർട്ടിഫൈഡ് ബൈ duly appointed examiner that is qualified to receive the degree of Bachelor of Arts in English. He having passed and been placed in the first class and 3 grade at examination held in April 2025 with register number Syndicate of Kano University hereby confers on him the degree of Bachelor of Arts
with all the rights, privileges, and honor appertaining given under the seal of the university. ഫോട്ടോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ച ഫോട്ടോയിലുണ്ടാവും. ജസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നത്തിങ് മോർ ആൻഡ് നത്തിങ് ലെസ്. 26 നവംബർ 2022 അപ്പോഴാണ് ഇത് അയച്ചു വിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ ഇവിടെ ഗൈസ്. സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.